പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്തതിന്റെ സ്വഭാവം പറഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്യോ? ജൂനിയർ മാൻഡ്രേക്ക് സിനിമയിലെ ഓമനക്കുട്ടിനെ ഓർമ്മയില്ലേ? എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നടു റോഡിൽ പായും വിരിച്ചു കിടക്കുന്ന ജഗതിയുടെ കഥാപാത്രം നമ്മുടെ ശശി തരൂരിന്റെ പുതിയ വിവാദങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഓമനക്കുട്ടനെയാണ്. ഒന്ന് അറസ്റ്റിലാകാൻ വേണ്ടി പല കുരുത്തക്കേടുകൾ കാണിക്കുന്ന ഒരുത്തനാണ് ഓമനക്കുട്ടൻ. ഏതാണ്ട് അതുപോലെ തന്നെയാണ് പാർട്ടിയിൽ നിന്നൊന്ന് പുറത്തായി കിട്ടാൻ വേണ്ടി ശശി തരൂർ നടത്തുന്ന കോമാളി നാടകങ്ങൾ. ഉണ്ടോണ്ടിരിക്കുന്ന നേരത്ത് വെറുതെ രാഹുൽ ഗാന്ധിയുടെ തന്തയ്ക്ക് വിളിക്കുക, നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി വരെയുള്ളവരെ മൂക്കുമുട്ട പുച്ഛിച്ചോണ്ടിരിക്കുക, സ്വന്തം പാർട്ടിയിലെ പ്രസിഡന്റ് മുതൽ വാർഡ് പ്രസിഡന്റ് വരെയുള്ളവരെ തഞ്ചം കിട്ടുമ്പോഴൊക്കെ ചൊറിഞ്ഞ് മാന്തി പൊട്ടിക്കുക. ഇതേ സമയം കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി 24 മണിക്കൂറും പെടാപ്പാടുപെടുന്ന നരേന്ദ്രമോദി മുതൽ ഹിന്ദുത്വ രഥയാത്രയ്ക്ക് സ്റ്റിയറിംഗ് പിടിച്ച LK അദ്വാനി വരെയുള്ളവരെ ഫുൾ ടൈം പുകഴ്ത്തി മറിക്കുക. BJP-കാരേക്കാൾ നന്നായി കോൺഗ്രസിന് പണി കൊടുക്കുക. ഇനി അത് കണ്ട് ആരെങ്കിലും തിരിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കുക, അപ്പൊ എന്നെ അങ്ങ് പുറത്താക്കിക്കോ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. ഇങ്ങനെ സിനിമയാണോ ജീവിതമാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സ്ഥലജല വിഭ്രാന്തികളിലാണ് അങ്ങ് UN-ൽ നിന്നും കെട്ടിയിറക്കിക്കൊണ്ടുവന്ന ഈ തരൂർ. സുകുമാരൻ നായരെ ഭാഷയിൽ പറഞ്ഞ തനി ഡൽഹി നായർ. ഒരു പ്രത്യേക ജീവിതമല്ലേ? ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? കൊന്നാലും നിന്നെ അറസ്റ്റ് ചെയ്യില്ലടാ എന്ന മട്ടിൽ ജഗതിക്ക് മുന്നിലൂടെ പാട്ടുപാടി നടന്ന പോലീസ് ഏമാന്മാരുടെ അതേ സ്ഥിതിയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല ശശി തരൂരിന്റെ പാർട്ടിക്ക്. ഓരോ കന്നം തരവ് ശശി തരൂര് കാണിക്കും തോറും കരണക്കുറ്റി അടിച്ചു പുകയ്ക്കാൻ തോന്നും. അപ്പൂപ്പന്മാരെ പറയിപ്പിക്കുന്ന ഈ ഉരുപ്പടിയെ രായ്ക്ക് രാമായണം എടുത്ത് കിണറ്റിലിടാൻ കൈധരിക്കും. നേതാക്കന്മാരെ ചൊറിയുന്നത് കാണുമ്പോൾ ഇടങ്കാൽ കൊണ്ട് നീട്ടി ഒരു തൊഴി അങ്ങ് കൊടുത്താലോ എന്ന് തോന്നും. പക്ഷേ അരുത് ഭാസ്കര, അരുത്. നമ്മൾ അഹിംസയുടെ പാർട്ടിയാണ്. ഹിംസയെ കുറിച്ച് ആലോചിച്ച അപ്പൊ തന്നെ നമ്മൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് ഓർക്കണം. ഒന്നെങ്കിൽ ഉപ്പ് കുറുക്കണം, അല്ലെങ്കിൽ സത്യാഗ്രഹം നടത്താം, അതുമല്ലെങ്കിൽ മിണ്ടാവ്രതം അനുഷ്ഠിക്കാം. അതുകൊണ്ടാണ് എന്ത് കണ്ടാലും മിണ്ടാതിരുന്നോണമെന്ന് ഹൈക്കമാൻഡ് KPCCക്ക് സമയാസമയം ടിങ് 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 എന്ന് കമ്പിയടിക്കുന്നത്. അത് കാണുമ്പോൾ പല്ലിറുമ്പിക്കൊണ്ടാണെങ്കിലും നമ്മുടെ കോൺഗ്രസ്സുമാർ ഞാനിവിടെ ഇല്ലേ രാമനാരായണ എന്ന മട്ടിൽ അങ്ങോട്ട് സ്കൂട്ടായി പോവുക ചെയ്യുന്നത്. പണി കൊടുക്കുന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കണമെന്നാണ് തരൂരിന്റെ പക്ഷം. ശത്രുവിനെ ഞഞ്ഞാ പറയിക്കണം, സഹനത്തിന്റെ നെല്ലിപ്പലിക കാണിക്കണം. പക്ഷെ എന്തിനാണ് സ്വന്തം പാർട്ടിക്കാർക്ക് പണി കൊടുക്കുക എന്ന് ആലോചിച്ചാൽ വലിയ പിടിയൊന്നുമില്ല. എന്തേ മൂപ്പര് ചെയ്യുന്നേ? 2019 തിരുവനന്തപുരത്ത് നടന്ന പൊതുപരിപാടിയിൽ BJP ജയിച്ചാൽ ഇന്ത്യ ഹിന്ദു പാകിസ്ഥാൻ ആകുമെന്ന് പറഞ്ഞ ആളാണ് തരൂരെന്ന് ഓർക്കണം. അത് കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ BJP-ക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന ആക്രമണങ്ങളുടെ എല്ലാം വീര്യം കുറയ്ക്കാനുള്ള ഷോക്ക് അബ്സോർബറിന്റെ പണിയാണ് തരൂർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചങ്ങായിക്ക് എന്താ പ്രശ്നം? അവിടെ നിർത്താതെ BJP എന്ന് കേട്ടാൽ തന്നെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് തരൂർ. എങ്ങനെയാണ് ശശി തരൂർ ഈ വിധത്തിൽ തലകീഴായി മറിഞ്ഞത് എന്ന് ചോദിച്ചാൽ സാക്ഷാൽ തരൂരിന് പോലും അതിന്റെ ഉത്തരം അറിയില്ല. മൂപ്പരുടെ കയ്യിൽ ആകെയുള്ളത് ഒരൊറ്റ വാചകമാണ്, ഭാരതനസ് എന്നെ എങ്ങനെയെങ്കിലും ഈ പാർട്ടി ഇതൊന്ന് പുറത്താക്കി തരൂ. ആരെങ്കിലും എന്നെ ഒന്ന് ഏൽപ്പിച്ചു പോടാ മരക്കഴുതകൾ. പുറത്താക്കാനുള്ള വൈബ് ഇങ്ങനെ കിടിലനായി സെറ്റ് ചെയ്യാൻ വേണ്ടി തരൂർ ഒപ്പിച്ച കുരുത്തക്കേടുകൾ കുറച്ചൊന്നുമല്ല. അതിലേറ്റവും രസകരമായ സംഗതിയാണ് നെഹ്റു കുടുംബത്തിനെതിരായ ഒരു മുട്ടൻ പാര. ഇംഗ്ലീഷ് ന്യൂസ് പോർട്ടലായ പ്രോജക്ട് സിൻഡിക്കേറ്റിന്റെ തരൂരിന്റെ ലേഖനം, കുടുംബവാഴ്ച രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതരമായ ഭീഷണി. ഇതാണ് വിഷയം. കഴിവ്, പ്രതിബദ്ധത, താഴെത്തട്ടിലുള്ള ഇടപെടൽ എന്നിവയെക്കാളൊക്കെ പാരമ്പര്യത്തിന് പ്രാധാന്യം ലഭിക്കുമ്പോൾ ഭരണത്തിന്റെയും നേതൃത്വത്തിന്റെയും ഗുണനിലവാരം കുറയുകയാണെന്നാണ് തരൂരിന്റെ കണ്ടെത്തൽ. നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്നതാണെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടതായിട്ടാണ് ശശി തരൂർ എഴുതി വെക്കുന്നത്. ഇത് കണ്ടതും എന്താ ലേഖനം ആഹാ എന്ന് പറഞ്ഞ് കൈയടിക്കുന്നത് നമ്മുടെ BJP ടക് 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 ടക്ന്ന്. ഇതെന്താ ഇയാൾക്ക് വട്ടായോ എന്ന് അതിശയിച്ചത് പക്ഷെ കോൺഗ്രസ്സുകാരാണ്. മുതിർന്ന നേതാക്കൾ വരെ തരൂരിനെതിരെ രംഗത്തെത്തി. പക്ഷെ കേളം കുലുങ്ങിയാലും പാലം നോ കുലുക്കം നോ. പിന്നെയുള്ള തരൂരിന്റെ മറ്റൊരു തൊഴി
അടിയന്തരാവസ്ഥ ലേഖനമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ സ്വന്തം അടിയന്തരാവസ്ഥയെ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടം എന്നാണ് തരൂര് വിശേഷിപ്പിച്ചത്. അടിയന്തരാവസ്ഥ കാലത്തെ കൊടും ക്രൂരകൃതകൾക്കെതിരെ തരൂര് ഉറുമിയെടുത്തിങ്ങനെ ഞാഞ്ഞങ്ങ് വീശി. ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കും എതിരായിരുന്നു ആ കുത്ത്. പക്ഷെ നേര് പറയണമെന്നല്ലോ, നേർക്ക് നേരെ ആയിരുന്നില്ല കുത്ത്. ഉപമ അലങ്കാരങ്ങളെയൊക്കെ തരൂര് സഹായത്തിന് വിളിച്ചു. അത് കോൺഗ്രസ്സുകാർക്ക് നല്ല തലക്കിടിയായി. അവർ പിന്നെ അന്തം വിട്ടു. എന്തിനാ ഈ മൂപ്പര് ഇതൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഈ കാലയളവിൽ തരൂരിന്റെ മറ്റൊരു കലാപരിപാടി അരങ്ങ് തകർക്കുന്നുണ്ടായിരുന്നു. താഞ്ചാൻ കിട്ടിയ മോദീനെ സ്തുതിക്കുകയാണ്. ജയ് ജയ് മോദി. BJP എമ്മാതിരി ആദർശ പാർട്ടി എന്ന് ഇടയ്ക്കിടെ ഒരു നെടുവേർപ്പിടും. ഭൂഗോളം എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ അച്ചുതണ്ടിലാണെന്ന് മൂപ്പര് അതിശയിക്കും. ഊർജ്ജസ്വലത, അടിപൊളി. മോദിയുടെ കരിസ്മ കിക്കിടും. റഷ്യക്കും യുക്രൈനും ഒരേ സമയം സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആഹാ, ലോക സമാധാനം കൊണ്ടുവരാൻ ഇതിലും നല്ലൊരാളില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി മോദി നടത്തിയ കൂടിക്കാഴ്ച അഹോ ഗതി ഗംഭീരം. തീർന്നില്ല. കേന്ദ്ര സർക്കാരിനെതിരെ താൻ പണ്ട് പറഞ്ഞ തെറിയൊക്കെ തെറ്റിപ്പോയെന്നും തരൂർ അങ്ങോട്ട് ഏറ്റുപറഞ്ഞു. കേട്ടപാതി കേൾക്കാത്ത പാതി ഓരോ മോദി സ്തുതിയും BJPക്കാർ ആഘോഷിച്ചു. നമ്മളെ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ തരൂരിന് നന്ദി പറഞ്ഞു. കോൺഗ്രസ്സുകാരെന്തായി? പ്ലിങ്ങി. മന്നവേന്ദ്ര തിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന കവിത ചൊല്ലി തരൂർ ഒരു കുസൃതിച്ചിരി അങ്ങോട്ട് തിരിച്ചു. മോദിയുടെ ഊർജം, കാര്യപ്രാപ്തി, ആഗോളവേദിയിൽ ഇടപെടാനുള്ള സന്നദ്ധത എന്നിവയെ പുകഴ്ത്തുമ്പോൾ പലപ്പോഴും തരൂരിനെ കൊണ്ടങ്ങനെ ഇടറായിരുന്നു വിഷമം കൊണ്ടേ. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് വിദേശ സന്ദർശനം നടത്തുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃപാടവത്തെ പാടി പുകഴ്ത്തി കവിത തന്നെ എഴുതി തരൂര് കുഴഞ്ഞുപോയി, ക്ഷീണിച്ചുപോയി. ഇടയ്ക്ക് കൊളോണിയൽ അടിമത്ത മനോഭാവത്തെ മറികടക്കാൻ പ്രധാനമന്ത്രി നൽകിയ ആഹ്വാനത്തെ, ഇന്ത്യയുടെ പൈതൃകത്തിലും ഭാഷകളിലുമുള്ള അഭിമാനം പുനഃസ്ഥാപിക്കാനുള്ള 10 വർഷത്തെ ദേശീയ ദൗത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് ആലോചിച്ച് ഇന്ത്യൻ സായിപ്പായ തരൂർ ഗദ്ഗത കണ്ടനായി പൊട്ടിക്കരയേണ്ട അവസ്ഥയിലെത്തി. ഞാൻ ഒരിക്കലും ഒരു സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിച്ചില്ല. ഗോയങ്ക അനുസ്മരണ പ്രഭാഷണത്തിൽ മോദി നടത്തിയ പ്രസംഗം അതിഗംഭീരമാണെന്ന് തരൂര് സോഷ്യൽ മീഡിയയിൽ പുകഴ്ത്തി. താൻ എപ്പോഴും തെരഞ്ഞെടുപ്പ് മോഡിലാണെന്ന് പറയുന്നത് അങ്ങനെ ശരിയല്ലെന്നും താൻ ഫുൾ ടൈം ഇമോഷണൽ മോഡിലാണെന്നുള്ള മോദിയുടെ പ്രസംഗം കേട്ട് തരൂർ തുള്ളിച്ചാടി വീണ്ടും കൈയടിച്ചു. അവിടെ ഒന്നും നിർത്താതെ ബാബരി പള്ളി പൊളിക്കാൻ രഥയാത്ര നടത്തിയ LK അദ്വാനിയെ തരൂർ കയ്യടിച്ച് ആദരിച്ചു. ഓർത്തു നോക്കൂ, BJPക്കാർ പോലും അദ്വാനിയെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴാണ് അദ്വാനിയുടെ അചഞ്ചലമായ പ്രതിബദ്ധത, എളിമ, മാന്യത, ആധുനിക ഇന്ത്യയുടെ പാത രൂപപ്പെടുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് എന്നൊക്കെ പറഞ്ഞ് തരൂർ അങ്ങോട്ട് എഴുതി പിടിപ്പിക്കുക ലേഖനം. ചൈനയുടെ തിരിച്ചടി കൊണ്ട് മാത്രം, നെഹ്റുവിന്റെയും അടിയന്തരാവസ്ഥ കൊണ്ട് മാത്രം ഇന്ദിരാഗാന്ധിയുടെയും കരിയർ നിശ്ചയിക്കാൻ കഴിയാത്തതുപോലെ അയോധ്യ ക്ഷേത്രം മാത്രം വെച്ച് അദ്വാനിയെ നിർവചിക്കരുതെന്ന്, അത് അനീതിയാണെന്നാണ് തരൂർ എഴുതിയത്. എങ്ങനെയുണ്ട് ആള്? അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഓപ്പറേഷൻ സിന്ദൂർ വാദങ്ങളെ നാട്ടിൽ കോഴി കൂവും മുമ്പേ അമേരിക്കയിൽ വെച്ച് തരൂർ തള്ളിപ്പറഞ്ഞു. കീഴടങ്ങാൻ മോദിയോട് ട്രംപ് ആവശ്യപ്പെട്ടെന്നും അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയതെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊന്നും ശരിയല്ലെന്ന് തരൂര് നന്മയിൽ ഗോപാലനായിട്ട് അങ്ങോട്ട് വെച്ച് കീച്ചി. ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥനാകാൻ ആരോടും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഇപ്പോഴും അപ്പോഴും കോൺഗ്രസ് നേതാവായി തുടരുന്ന തരൂര് ഫുൾ സ്റ്റോപ്പ് ഇട്ടങ്ങ് പറഞ്ഞു. കുറച്ചു മുമ്പ് ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിലും തരൂർ രാഹുലിനെ നല്ല കുത്ത് പറ്റുന്ന പോലെ കുത്തുന്നുണ്ട്. രാഹുൽ രാഷ്ട്രീയ ചരിത്രം പഠിക്കണം, പ്രതികരിക്കാൻ തോന്നുമ്പോൾ ചരിത്രബോധത്തോടെ ചെയ്യണം എന്ന ഉപദേശം ഫ്രീ ആയിട്ട് തരൂരെടുത്ത് അങ്ങോട്ട് വാരി വെതറുക രാഹുൽ ഗാന്ധിക്ക് എടുക്കാൻ വേണ്ടി. ട്രംപും മംതാനിയും തമ്മിൽ ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച ഉടനെ തരൂർ അതിനെ രാഹുലിനെതിരെയുള്ള ടോർപിഡോയാക്കി മാറ്റി. ജനാധിപത്യം ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. തിരഞ്ഞെടുപ്പുകളിൽ അതാത് കാഴ്ചപ്പാടിനായി പോരാടുക, അത് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കായി സഹകരിക്കുക. ഇന്ത്യയിൽ ഇത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ശശി തരൂര് എക്സിലിട്ട് രാഹുലിന് കുത്തിയത്. ഇത് ആർക്കെതിരെയുള്ള കുത്താണെന്ന് ഏറ്റവും ആദ്യം മനസ്സിലാകുന്ന BJPക്കാർ ഉടനെ തന്നെ രാഹുലിന്റെ നെഞ്ചത്ത് കയറാൻ ഈ അവസരം ഉപയോഗിക്കുകയും ചെയ്തു. തരൂർജി അപ്പോഴും നമ്രശിരസ്കനായിട്ട് വിനയ നമ്രതനായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. കോൺഗ്രസിന് സംഭവിച്ച യഥാർത്ഥ മാരക രോഗം എന്താണെന്ന് ഇടയ്ക്കിടയ്ക്ക് സർജറി നടത്തി കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ആളാണ് ശശി തരൂർ ഡോക്ടർ. കോൺഗ്രസ് ഇപ്പൊ ഇടതുപക്ഷത്താണ്. പണ്ട് നരസിംഹറാവുവും മറ്റും ചേർന്ന് വലത്തോട്ടാക്കിയ കോൺഗ്രസിനെ ക്രൂരനായ രാഹുലും കൂട്ടരും പിടിച്ച് ഇടത്തോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി കോൺഗ്രസിന് രക്ഷയില്ല എന്നാണ് തരൂർ ഒരു അക്കാദമിക് പരിപാടിയിൽ പ്രസംഗിച്ചു കളഞ്ഞത്. അതും BJPക്കാര് ആവേശഭരിതരായി കൊണ്ടാടി ഡാൻസ് കളിച്ചു. കോൺഗ്രസ് വീണ്ടും അണപ്പല്ലി ഇറുമ്മി തരൂരിനെ നോക്കി ചിരിച്ചു. വേറെന്താ ചെയ്യാ? ചവിട്ട് രാഹുലിനും ഗാന്ധിക്കും നെഹ്റുവിനും ഇന്ദിരയ്ക്കും മാത്രമായിരുന്നില്ല. ഇങ്ങ് കേരളത്തിൽ
അമേരിക്കയിൽ നിന്നും കയറിൽ കൊണ്ടുവന്ന് കെട്ടിയിറക്കിയ തരൂരിനെ 4 വട്ടം കൊണ്ടു നടന്ന് MP ആക്കിയ KPCC നേതൃത്വത്തിനിട്ടും ആവശ്യത്തിന് കുത്തും ചവിട്ടും താങ്ങും കൊടുക്കുന്നുണ്ട് നമ്മുടെ ആശാൻ. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരു പരാജയമാണെന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ അഭിമുഖം കൊണ്ട് നൽകി. അത് വിവാദമായപ്പോൾ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി നെഞ്ചും വിരിച്ചു നിന്ന് പറയാം. VD സതീശന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പാർട്ടി ഒന്നിനും കൊള്ളൂല. തന്റെ കഴിവ് വേണ്ട വിധം ഉപയോഗിക്കാൻ സതീശനും ടീമിനും അറിയില്ല. അതിനാൽ മക്കളെ UDF തുടർച്ചയായിട്ട് 3ാമതും പ്രതിപക്ഷത്തിരിക്കും. തരൂര് തലയിൽ കൈവച്ച് പ്രാക്കോട് പ്രാക്ക്. സംഗതി പ്രാകലിൽ നിർത്തിയില്ല തരൂർജി. കേരളത്തിൽ മുങ്ങിത്താഴുന്ന കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ മൂപ്പരൊരു ഒറ്റമൂലി തയ്യാറാക്കി. മുഖ്യമന്ത്രിയായിട്ട് ശശി തരൂര് വരണം, അപ്പൊ എല്ലാം ശരിയാവും. വെറുതെ പറയല്ല, 2 തവണയായി കേരളത്തിലെ സകലമാന സമുദായ നേതാക്കളെയും ചെന്ന് കണ്ട് പറ്റുന്ന സമുദായ പരിപാടികളിലെല്ലാം കസേരട്ടിരുന്ന് ഇലയിട്ടുണ്ട്. ലീഗ് മുതൽ കത്തോലിക്ക സഭ വരെ, സുകുമാരൻ നായർ മുതൽ വെള്ളാപ്പള്ളി വരെ തരൂർജിയുടെ വരവിൽ രോമാഞ്ച പുളകാഞ്ചിതരായി പോയി മക്കളെ. തരൂരിനെ വിളിക്കൂ, നാടിനെ രക്ഷിക്കൂ എന്ന് ഐക്യരാഷ്ട്രസഭ വഴി കോൺഗ്രസിലേക്ക് ലാൻഡ് ചെയ്ത വിയർപ്പിന്റെ അസുഖമുള്ള കോൺഗ്രസ് ബുദ്ധിജീവികൾ അലമുറയിട്ടു. പഠിപ്പില്ലാത്ത നേതാക്കളെ കൊണ്ട് എന്താണ് കാര്യം, കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് പറയുന്ന തരൂരാണ് മുഖ്യമന്ത്രി ആവേണ്ടതെന്ന് ജൻസി പിള്ളേര് വരെ പൊളിറ്റിക്കലായിട്ട് അലറി വിളിച്ചു. നേമത്തെ കോൺഗ്രസ് നിയമസഭാ സ്ഥാനാർത്ഥിയായി ശ്രീ ശശി തരൂരിനെ കൊണ്ടുവരുന്നു. കേരളത്തിനൊരു സർപ്രൈസ് CM കാൻഡിഡേറ്റ് ഉണ്ടാകുന്നതാണ്. അതിന് സാധ്യതയുണ്ടോ? അത് ഞാൻ ആദ്യത്തെ തവണ കേൾക്കുകയാണ്. ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ മനോരമയിലല്ലേ ചിലപ്പോൾ ആദ്യത്തെ വാർത്ത വരിക. ഇത്രയുമായ സ്ഥിതിക്ക് സാക്ഷാൽ തരൂർജി തന്നെ ഒരു സർവേയുമായി രംഗത്ത് വന്നത്. അത് ഭയങ്കര കോമഡിയാണ്. മുഖ്യമന്ത്രിയാകാൻ ശശി തരൂരാണ് യോഗ്യനെന്ന് മലയാളികൾ ഒറ്റക്കെട്ടായി പറയുന്നു എന്നായിരുന്നു ആ സർവേ. ആരാ നടത്തിയെന്ന് ചോദിക്ക്. മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച് ആ സർവേ റിസൾട്ട് ഷെയർ ചെയ്താരാ? ശശി തരൂർ തന്നെ. എല്ലാവർക്കും അതാണ് ഇഷ്ടമെങ്കിൽ ശരി, കെട്ടാൻ ഞാൻ തയ്യാറെന്ന മട്ടിൽ മൂപ്പര് ഇങ്ങനെ വിരിഞ്ഞങ്ങോട്ട് നാണിച്ച് നിന്നു. പിന്നെയാണ് കള്ളി വെളിച്ചത്തായത്. 4 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്ത ഡൊമൈൻ, രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് 4ാം പക്കം മലയാളികളുടെ മുന്നിൽ ഒരു അഭിപ്രായവുമായി സർവേയുമായി പൊങ്ങി വന്ന്. സർവേ നടത്തണമെന്ന് ആലോചിക്കാനുള്ള സമയം പോലും എടുത്തില്ല തരൂർജി സർവേക്ക്. രസകരമായ മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പുറത്തു വന്നു. സർവേ നടത്തിയ കമ്പനിക്കും തരൂരിന്റെ വെബ്സൈറ്റിനും തമ്മിൽ ചില അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എൻഡ്യൂറൻസ് ഡിജിറ്റൽ ഡൊമൈൻസ് ടെക്നോളജീസ് എന്നൊരു കമ്പനിയാണ് 2ന്റെയും രജിസ്ട്രാർ. എന്ന് വെച്ചാൽ മാമുക്കോയുടെ ഭാഷയിൽ പറഞ്ഞ എല്ലാം ഒന്നെന്നെ ചങ്ങായി. ഇതെല്ലാം കണ്ട് KPCCയും AICCയും ഒക്കെ മഹാത്മാഗാന്ധിയേക്കാൾ വലിയ അഹിംസാവാദികളാവുന്നതാണ് നമ്മൾ കണ്ട്. തരൂര് പറഞ്ഞോട്ടെ, നമ്മൾ പക്വതയുള്ള ആളുകൾ മിണ്ടാതിരുന്നാൽ മതി എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. അതോടെ എല്ലാം കടിച്ചമർത്തി തരൂരിനെ നോക്കി നിൽക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമായിട്ട് കോൺഗ്രസ് ഇപ്പൊ മാറിയിട്ടുണ്ട്. ആ സഹിഷ്ണുതയ്ക്ക് പിന്നിൽ അസഹ്യമായ മറ്റൊരു രഹസ്യമുണ്ട്. സംഗതി കഴുതപ്പുലിയുടെ പ്രതിമയ്ക്ക് ജീവൻ കൊടുത്തതുപോലാണെങ്കിലും തരൂരിനെ ഇപ്പൊ പുറത്താക്കിയാൽ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനാകും പണി കിട്ടുക എന്ന് കോൺഗ്രസിന് നന്നായിട്ടറിയാം. ദേശീയതയ്ക്കും രാഷ്ട്രീയ പക്വതയ്ക്കും വേണ്ടി സ്വന്തം രാഷ്ട്രീയ ഭാവി ബലി കഴിച്ച ഒരാളിന്റെ പ്രതിച്ഛായയുമായിട്ട് തരൂർ അങ്ങോട്ട് ഇരവാദം ഇറക്കി കൂളായിട്ട് നടന്ന് അങ്ങോട്ട് BJPയിലേക്ക് പോകും. അങ്ങനെ ഇപ്പൊ പോണ്ട. ഉപരാഷ്ട്രപതി പദവി മുതൽ നിയമം MLA പദവി വരെയുള്ള അനേകം കോഴിക്കൂടുകൾ നേരത്തെ തന്നെ തരൂര് കണ്ടുവച്ചിട്ടുണ്ട്. നമ്മളായിട്ട് പുറത്താക്കണ്ട. തരൂരിന് വേണമെങ്കിൽ തരൂര് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കോട്ടെ, റോസി വേണമെങ്കിൽ ഇവിടുന്ന് പോയിക്കോ എന്നുള്ളതാണ്. ഇതാണ് കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പ്. അതാണ് ശരിതാനും. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. BJPക്കാണെങ്കിൽ തരൂർ തങ്ങളോടൊപ്പം വരണം എന്ന വലിയ പൂതിയില്ല. തരൂര് വന്നാൽ രാജീവ് ചന്ദ്രശേഖർ മുതൽ സുരേന്ദ്രൻ വരെയുള്ള എല്ലാവരും ചൊടിക്കും. കേന്ദ്ര നേതൃത്വത്തിലാണെങ്കിൽ അവിടെയും നല്ല പ്രശ്നം വരും. കാര്യം കാണാൻ എന്തും പിടിക്കാൻ തയ്യാറാകുന്ന ഒരാളെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരുന്നതിലും നല്ലത് അയാൾ കോൺഗ്രസിലിരുന്ന് കുത്തിത്തിരിപ്പ് നടത്തുന്നതാണെന്നാണ് BJPയുടെ പക്ഷം. തരൂർ അവിടെ ഉള്ളിടത്തോളം കോൺഗ്രസിനുള്ള പണികൾ സുലഭമായി മുന്നിൽ വരും. അതാത് സമയത്ത് അത് ഉപയോഗിച്ച് കോൺഗ്രസിനിട്ട് പണി കൊടുക്കുന്നതാണ് തരൂരിനെ പോലെ ഒരാളെ BJP നേരിട്ട് പാർട്ടിയിൽ എടുക്കുന്നതിനേക്കാളും സുഖമെന്നാണ് BJPക്കാര് കരുതുന്നത്. അതിനാൽ BJP പതിവ് പോലെ തരൂരിനുള്ള പ്രോത്സാഹന കമ്മിറ്റി മാത്രമായിട്ടാണ് ഇപ്പൊ തുടരുന്നത്. BJPക്ക് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കാൻ കരാറെടുത്ത മാതിരി ശശി തരൂർ ആ പണിയെടുക്കുന്നുണ്ട്. അതെ, ലാലേട്ടന്റെ സിനിമാ പേര് പോലെ തുടരും. കണ്ടന്റ് ഉണ്ടാക്കാൻ തരൂർജിക്ക് പുത്തരിയല്ല. കാലം മുതൽ അദ്ദേഹം ചെയ്ത പണി അതെയാണ്. ആദ്യകാലത്ത് കോൺഗ്രസിന് വേണ്ടി വലിയ വലിയ കണ്ടന്റുകൾ ഉണ്ടാക്കി. ഇപ്പൊ BJPക്ക് വേണ്ടി അതിലും വലിയ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നു. വിവാദങ്ങളില്ലാതെ ശ്വാസം കഴിക്കാൻ പറ്റാത്ത ആളായിരുന്നു എല്ലാ കാലത്തും ശശി തരൂർ. 2008 മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടാണ് തരൂർ ആദ്യമായി വിവാദത്തിൽ വരുന്നത്. ഇസ്രായേലി പത്രമായ ഹാരറ്റ്സിൽ തരൂർ എഴുതിയത് ഇന്ത്യ ഇസ്രായേലിനോട് അസൂയപ്പെടുന്നു എന്ന ലേഖനം വലിയ വിവാദമായി.
അത് പാലസ്തീൻ ജനതയുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കുന്നതാണ് എന്ന് വലിയ ആരോപണവും ചർച്ചയും ഉണ്ടായി. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ടതായിരുന്നു അടുത്ത വിവാദം. 2008 ഡിസംബറിൽ കൊച്ചിയിൽ ഫെഡറൽ ബാങ്ക് സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്ത് തരൂര് ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അമേരിക്കൻ മാതൃകയിൽ കൈ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് ഇങ്ങനെ ഓർമ്മയില്ല നിർദ്ദേശിച്ചു. അത് വലിയ വിവാദമായി. തരൂർ ദേശീയ ഗാനത്തെ അവഹേളിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ വരെ ഹർജിയുണ്ടായി. ആ കേസിൽ തരൂരിന് പിന്നീട് ജാമ്യം ലഭിച്ചു. 2009 തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായപ്പോൾ വന്നിറങ്ങിയ അന്ന് തൊട്ട് പിന്നെ വിവാദത്തിന്റെ പെരുന്നാളാണ് ഇവിടെ. കോൺഗ്രസിലെ തലമുത്ത് നേതാക്കളെ പടിക്ക് പുറത്താക്കി തരൂരിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം വലിയ കുഴപ്പമായി. പക്ഷെ സോണിയാജി കാത്തു, തരൂർ ജയിച്ചു. പിന്നെ തരൂർ മന്ത്രിയായി. അധികാരമേറ്റ് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും അടുത്ത വിവാദം ഉണ്ടായി. എന്താ? ഡൽഹിയിലെ സ്റ്റാർ ഹോട്ടലിൽ തരൂരിന്റെ താമസം വിവാദമായപ്പോൾ അന്നത്തെ ധനമന്ത്രി പ്രണബ് മുഖർജി തരൂരിനോട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോയി സർക്കാർ വസതിയിൽ താമസിക്കടാ നായരേ എന്ന് പറഞ്ഞു. അതിനിടെ പ്രധാനമന്ത്രിയുടെ സൗദി സന്ദർശനത്തിന് പോയ തരൂർ ഇന്ത്യ പാക് പ്രശ്നത്തിൽ സൗദി മധ്യസ്ഥം വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അതിനേക്കാളും വലിയ വിവാദമായി. വീണ്ടും വന്നു കണ്ടന്റോട് കണ്ടന്റാ. യൂട്യൂബർമാരെ പോലെയാ. വിമാനത്തിൽ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ഇക്കണോമി ക്ലാസിനെ കന്നുകാലി ക്ലാസ് എന്ന് വിശേഷിപ്പിച്ച് തരൂർ ട്വീറ്റ് ചെയ്തു. കോൺഗ്രസ് നേതൃത്വം പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്ന് തരൂര് പരാമർശം പിൻവലിച്ച് നൈസായി മാപ്പ് പറഞ്ഞിട്ട് മുങ്ങി. ഇതിനു പിന്നാലെ 2010 ഏപ്രിൽ തരൂരിന്റെ മന്ത്രിസ്ഥാനം വരെ തെറിപ്പിച്ച വിവാദം. കൊച്ചിയിലെ IPL ഫ്രാഞ്ചൈസിയുമായി തരൂരിനുള്ള ബന്ധം പുറത്തു വരുന്നു. കൊച്ചി IPLന്റെ ഉടമസ്ഥരായ റോൺ ഡിവു കൺസോർഷ്യത്തിന്റെ സൗജന്യ ഓഹരികളിൽ 19%, ഏകദേശം 70 കോടി രൂപ തരൂരുമായി അടുത്ത ബന്ധമുള്ള സുനന്ദ പുഷ്കറിന് വിയർപ്പ് ഓഹരി എന്ന നിലയിൽ നൽകിയെന്ന് IPL ചെയർമാൻ ലളിത് മോദിയുടെ വിവാദമായ വെളിപ്പെടുത്തൽ. വിവാദം കത്തിജ്വലിച്ചു. കേന്ദ്ര മന്ത്രിസ്ഥാനം രാജിവെക്കാൻ പ്രധാനമന്ത്രി തരൂരിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ തരൂര് മന്ത്രിസ്ഥാനം രാജിവെച്ചു. പിന്നാലെ ചീത്തപ്പേര് കൽപ്പിച്ച സുനന്ദ പുഷ്കറിനെ അങ്ങോട്ട് കല്യാണം കഴിച്ചു. അതിനിടെ കോമൺവെൽത്ത് ഗെയിംസ് കൺസൾട്ടന്റ് എന്ന നിലയിൽ വൻതുക കൈപ്പറ്റിയതായി വീണ്ടും ആക്ഷേപമുയർന്നു. പിന്നീട് 2012 മനുഷ്യവിഭവശേഷി മന്ത്രിയായി വീണ്ടും മടങ്ങിയെത്തി. അപ്പൊ പാരയായത് ഭാര്യ സുനന്ദ പുഷ്കർ. പാകിസ്ഥാനിലെ മഹർ തരാർ എന്ന മാധ്യമ പ്രവർത്തകയുമായി തരൂർ മുട്ടൻ പ്രേമമാണെന്ന് സുനന്ദ. തരൂർ മഹറിന് അയച്ച മെസ്സേജുകൾ സുനന്ദ ട്വിറ്ററിൽ പുറത്തുവിടുന്നു. ഇരുവരും വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയെന്നപ്പോ കുഴപ്പമില്ല എന്ന രീതിയിൽ സുനന്ദയുടെ ഒരു പ്രസ്താവന വന്നു. പക്ഷെ അധികം വൈകാതെ സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ നമ്മൾ കണ്ടു. ഉത്തരവാദി തരൂർ എന്ന നിലയുള്ള വലിയ ഭൂകമ്പവും വിവാദവും അരങ്ങേറി. ഇപ്പോഴത്തെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ മുൻകൈയിൽ തുടങ്ങിയ റിപ്പബ്ലിക് ചാനൽ തരൂർ വധം ആട്ടക്കഥ നിത്യപൂജയാക്കി നടത്തിക്കൊണ്ടിരുന്നവിടെ പ്രധാന പൂജ അതായിരുന്നു. റിപ്പബ്ലിക്കിന്റെ ജേർണലിസ്റ്റുകൾ തരൂരിന് പിന്നാലെ ക്യാമറയുമായി പാഞ്ഞു നടന്നു. അർണബ് ഗോസ്വാമി സ്റ്റുഡിയോയിൽ ഇരുന്ന് തരൂരിന്റെ രക്തത്തിനായി അലറി വിളിച്ചു അട്ടഹസിച്ചു. പിന്നെ കേസായി പാടായി. ഡൽഹി കോടതി തരൂരിനെ സുനന്ദ കേസിൽ നിന്ന് ഒഴിവാക്കി. ഈ കാലയളവിൽ തരൂരിനെ വേട്ടയാടിയത് BJP ആണ്. തരൂരിനൊപ്പം പാറ പോലെ ഉറച്ചു നിന്നത് കോൺഗ്രസ് ആണ്. മറക്കരുത് ശശി തരൂർ ഇക്കാര്യം. എന്തായാലും കഷ്ടകാലം കഴിഞ്ഞതോടെ മൂപ്പരുടെ കൂറ അങ്ങോട്ടായി. അതിന്റെ കഥയാണ് നമ്മൾ പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, തരൂര് കൊണ്ടേ പോകൂ. അത് ആരായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയണം കോശി.